ജീവിച്ചിരിക്കാൻ വേണ്ടി ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലയോ, അറിയുന്നില്ലയോ? അല്ലേ? കുറച്ച് നാളോടെ ജീവിച്ചിരിക്കാൻ മധുരം ഉപയോഗിക്കാത്ത ആൾക്കാർ ഉണ്ട്. ചായ എടുക്കുന്ന വിത്തൗട്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം, കറിയാച്ചന് കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വെളുപ്പിന് 5 മണിയാകുമ്പം മാപ്പിളയും പെമ്പളയും കൂടി ഇങ്ങനെ പോകുന്ന കാണാം. തള്ള ഒരു സ്ക്രാഫും ഒക്കെ കെട്ടി, അച്ചായനൊരു നിക്കറും ഒക്കെ കെട്ടി, ഒരു കുറുവടിയായിട്ട് പറക്കെ പട്ടിയത്തല്ല. അങ്ങനെ പോകുമ്പോൾ രണ്ടുപേർക്കും ജീവിച്ചിരിക്കാൻ വേണ്ടിയാ. ഇല്ലേ? മിണ്ടുകയല്ല. ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ കാണിക്കും. ഞാൻ വിവരിക്കുന്നില്ല, ഒത്തിരി ഉണ്ടല്ല, ഒന്നും വിവരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം. അത് കമ്പിവാചകം പോലെന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി അങ്ങ് കേട്ട് പിരിയാം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ചില ജീവിച്ചിരിക്കാൻ, കൊച്ചു ആമ്പിള്ളേരൊക്കെ കുറച്ച് ആളുകളൊക്കെ ജീവിച്ചിരിക്കാൻ വെളുപ്പിനെ പോയി തിണ്ണ എന്ന് വെച്ചാൽ രാവിലെ ജീവിച്ചിരിക്കാൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളു, ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ. സ്തോത്രം. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. നമുക്ക് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഈ 11-ാം അധ്യായത്തിലെ വിഷയം നിങ്ങൾക്കറിയാം. ബഥാനിയിലെ ഭവനമാണ്. യേശുവിന് പ്രിയനായ ലാസർ മരിച്ചു. ഈ വീട് കർത്താവിന് ഇഷ്ടമുള്ളൊരു വീടാ. വീട്ടിൽപ്പെട്ടവരെ യേശുവിന് ഇഷ്ടമാണ്. യേശു സാധാരണ യെരുശലേമിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലാ പാർക്കുന്നത്. സ്തോത്രം. ആ വീട്ടിലാ യേശു പാർക്കുന്നത്. അവിടെ ഒരു സഹോദരൻ ലാസർ, പെങ്ങന്മാർ 2 എണ്ണം. ആരൊക്കെയാ? മാർത്തയും മറിയയും. പിന്നെ ഇവരുടെ അപ്പനെ പറ്റി ചില ആൾക്കാർ പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന. ഇവരുടെ അപ്പൻ കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്നാ ചിലര് പറയുന്നത്. ഇപ്പൊ തർക്കമൊന്നും വേണ്ട, എന്തായാലും നല്ലൊരു വീടാ. പുള്ളിയുടെ കുഷ്ഠമൊക്കെ മാറിയതാ. എന്നാൽ ഇപ്പോഴും പേര് കിടക്കുന്നത് അറിയാൻ വേണ്ടി കുഷ്ഠരോഗിയായ ശിമോൻ. നല്ലൊരു ഭവനമാണ്. യേശു ഈ വീട്ടിൽ അനേക പ്രാവശ്യം വന്ന് പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് ഒരു മടുപ്പുമില്ല. യേശുവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കും. മാർത്താമ്മയാണെങ്കിൽ അടുക്കളയിൽ നിറങ്ങാൻ നേരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇല്ലേ? അതല്ലയോ മെയിൻ ശുശ്രൂഷ. അതിനെന്തേലും അപാകത പറ്റിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇവിടെ? മനസ്സിലായില്ല? കാപ്പിപ്പൊടിക്ക് പകരം തള്ളയെടുത്ത് ബിമ്മ് കലക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ അതല്ലേ മെയിൻ